രാജ്യത്ത് 4 സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ജമ്മു കാശ്മീർ ശ്രദ്ധേയമാകുന്നു. കാരണം 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ നാഷണൽ കോൺഫറൻസും BJPയും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. 90 അംഗ നിയമസഭയാണ് ജമ്മു കാശ്മീരുള്ളത്. അതിൽ ജമ്മു മേഖല BJPക്ക് അപ്പർ ഹാൻഡുള്ള ജമ്മു മേഖലയിൽ 43 സീറ്റുകളും, കാശ്മീരിൽ അത് നാഷണൽ കോൺഫറൻസിന് കുറച്ചുകൂടി അപ്പർ ഹാൻഡുള്ള ഇടങ്ങളാണ് കാശ്മീർ മേഖല. അവിടെ 47 സീറ്റുകളിലേക്കുമാണ് മത്സരം നടക്കുന്നത്. ഇവിടെ നാഷണൽ കോൺഫറൻസും BJPയുമായി ഒരു സഖ്യമുണ്ടാക്കുമെന്ന് ആദ്യം പറഞ്ഞു കേട്ടിരുന്നെങ്കിലും ഇപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ ഇല്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. നാഷണൽ കോൺഫറൻസ് ആകട്ടെ 370-ാം വകുപ്പ് പുനഃസ്ഥാപിക്കുമെന്ന് പറയുമ്പോൾ BJP 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതിനാണ് വോട്ട് ചോദിക്കുന്നത്. ഈ ജമ്മു മേഖലയിൽ വലിയ രീതിയിൽ തന്നെ ഈ 43 സീറ്റിൽ ബഹുഭൂരിപക്ഷം നേടാൻ BJP കഴിയും എന്ന് തന്നെയാണ് BJPയുടെ ആത്മവിശ്വാസം. ഒരുപക്ഷെ തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ BJPയുടെ ഭരണം, അതായത് ഇപ്പോൾ ലാസ്റ്റ് ഭരണം എന്ന് പറഞ്ഞാൽ BJPയും PDPയും ചേർന്നുള്ളൊരു അലയൻസ് ആയിരുന്നു. ഇത് ചിലപ്പോൾ ഒരുപക്ഷെ നാഷണൽ കോൺഫറൻസുമായി ചേർന്ന് ഒരു അലയൻസ് ഭരിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. നിലവിൽ നാഷണൽ കോൺഫറൻസ് ആരുമായി തന്നെ സഖ്യത്തില്ല. നിലവിൽ BJP, നാഷണൽ കോൺഫറൻസ്, PDP, മെഹബൂബ മുഫ്തിയുടെ PDP, കോൺഗ്രസ്, അങ്ങനെ 4 പാർട്ടികളും വ്യത്യസ്തമായി തന്നെ അവരുടെ പ്രചാരണവുമായി മുൻപോട്ട് പോകുന്നു. സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനത്തിനുള്ള ചർച്ചകളുമായി മുൻപോട്ട് പോകുന്നു. ഈ 4 കൂട്ടരും വെവ്വേറെയാണോ മത്സരിക്കുന്നത്, ഇനി ഇവരാരെങ്കിലും തമ്മിൽ സഖ്യമുണ്ടോ എന്ന്. ഏതായാലും BJP പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു തങ്ങൾ ആരുമായി തന്നെ സഖ്യമില്ല, തങ്ങൾ എല്ലാ സീറ്റിലും മത്സരിക്കും. 10 സ്വതന്ത്രന്മാർക്ക് കൂടി സീറ്റ് നൽകുമെന്ന് പറയുന്നത്. കാരണം ചെറു പാർട്ടികൾ അനവധിയുണ്ട് ഈ കാശ്മീർ മേഖലയിൽ. അവിടെ ഈ സ്വതന്ത്രന്മാരെ BJP പിന്തുണയ്ക്കും. നമ്മൾ കണ്ടതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും മറ്റുമൊക്കെ ശ്രീനഗർ അടക്കമുള്ളിടത്ത് BJPക്ക് സീറ്റ് ലഭിച്ചിരുന്നു. അതിന് പ്രത്യുപകാരം എന്ന നിലയിൽ മറ്റ് സ്വതന്ത്രന്മാരും മറ്റ് ചെറു പാർട്ടികൾക്കും വേണ്ടി BJP പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലൊരു നീക്കമാണ് നിലവിൽ BJP ആസൂത്രണം ചെയ്യുന്നത്. PDPയുമായി സഖ്യം ചേർന്നുകൊണ്ടായിരുന്നില്ല അവർ മത്സരിച്ചത്. പിന്നീട് അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലായിരുന്നു സഖ്യം രൂപീകരിച്ചത്. അതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീരിൽ ഒരു കാര്യം ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിരുന്നു, ഒറ്റക്കക്ഷി ഭരണം വരാനുള്ള സാധ്യതകൾ ഒട്ടുമില്ല. പകരം കൂട്ടുകക്ഷി സർക്കാരാണ് വരിക. അതിൽ ആരൊക്കെ ഉണ്ടാകുമെന്നുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ അറിയാനും കഴിയൂ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.